ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്രിട്ടിക്കൽ ടെക്കിന്റെ മലോ മാർക്കറ്റ് പ്രൊഫൈൽ പ്രീ മാർക്കറ്റ് വ്യൂയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ നാളെ ബുധനാഴ്ച നമ്മുടെ ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറി ആണ്. അത് കൂടാതെ FOMC മീറ്റിംഗിന്റെ മോർണിംഗ് സെക്ഷൻ അന്ന് നാളെ വൈകിട്ട് രാത്രി ഏകദേശം ഒരു 11 മണിയൊക്കെ ഫെഡറൽ റിസർവിന്റെ മീറ്റിംഗിന്റെ ഔട്ട്കം വരെയാണ്. എത്ര പെർസെന്റേജ് ഇൻട്രസ്റ്റ് റേറ്റ് അവർ കുറയ്ക്കാൻ പോകുന്നു, അഥവാ അത് കൂട്ടുന്നു, ഇതെല്ലാം നാളെ ആകുമ്പോൾ രാത്രി ആകുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. അതിന് വച്ചുള്ള മൂവ്മെന്റ് മറ്റന്നാൾ നമ്മളെ മാർക്കറ്റ് തരാൻ ചാൻസ് കൂടുതലാണ്. അപ്പം കൊടുങ്കാറ്റിന് മുമ്പെയുള്ള ശാന്തതയാണെന്ന് ചോദിച്ചുള്ള ഉത്തരം നിങ്ങൾക്ക് വ്യക്തമായി അറിയാം. കാരണം നമ്മൾ കൃത്യമായി പറയുകയാണെങ്കിൽ കഴിഞ്ഞ ഈ തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും 2 ദിവസമായിട്ട് 25,446 ഭാഗത്താണ് നിഫ്റ്റി കിടന്ന് കളിക്കുന്നത്. പാമ്പ് പണം ചുറ്റി കിടക്കുന്നത് പോലെ 25,446 ഭാഗത്ത് കിടന്ന് നിഫ്റ്റി കളിക്കുന്നു. ബാങ്ക് നിഫ്റ്റി ആണെങ്കിൽ കുറച്ച് കയറാൻ അങ്ങ് നോക്കുന്നുണ്ട്. പക്ഷെ കയറാൻ നോക്കുന്നുണ്ടെങ്കിൽ കൂടി അവനും പറ്റുന്നില്ല. അവൻ കൃത്യമായി എപ്പോഴൊക്കെ കാന്തം വലിക്കുന്ന പോലെ 55,230 മുകളിൽ പോയി 52,340 വന്നാൽ കൂടെ ഈ കാന്തം തിരിച്ച് വലിക്കുന്നത് പോലെ അവൻ വീണ്ടും ഈ പിഒസിയുടെ ഭാഗത്തേക്ക് ഒരു വലിവ് അവനും കാണുന്നുണ്ട്. ചുരുക്കി പറഞ്ഞ ഒരു ഹയർ ഹൈസിന്റെ ഫോർമേഷൻ ബാങ്ക് നിഫ്റ്റിക്ക് ഉണ്ടെങ്കിൽ കൂടി നിഫ്റ്റിയിൽ പ്യുവർലി ബാലൻസ് ആണ്. ഇന്ന് വന്ന കുറച്ച് ഡേറ്റാസ് ഞാൻ പറഞ്ഞുതരാം. ഇന്ന് വൈകിട്ടൊക്കെ കാലത്ത് ഇന്ന് USD 6 മണിക്ക് കുറച്ച് ഡേറ്റാസ് വന്നു. നമ്മുടെ കോർ റീറ്റെയിൽ സെയിൽസ് 0.4 0.9, അതായത് നെഗറ്റീവ് ആണ് വന്നത്. യുഎസിന്റെ നെഗറ്റീവ് ഡേറ്റയാണ് വന്നിരിക്കുന്നത്. രണ്ടാമത് റീറ്റെയിൽ കൺട്രോൾ അത് വന്ന് പോസിറ്റീവ് ഫ്ലാറ്റ് ആണ്. മൂന്നാമത് റീറ്റെയിൽ സെയിൽസ് മന്ത് ഓൺ മന്ത് അതൊരു പോസിറ്റീവ് ആണ്. അതായത് 1.1 നമ്മളത് കോൺട്രാക്ടിങ് എക്കണോമി എന്ന് പറയുന്ന സമയത്ത് ഇവിടെ അത് 0.1% പ്ലസ് വന്നത് വളരെയധികം പോസിറ്റീവായ കാര്യം. അപ്പൊ ഒരു നെഗറ്റീവ് ഒരു പോസിറ്റീവ് ഉള്ളതുകൊണ്ട് ഒരു സമ്മിശ്രമായ ഒരു മിക്സഡിലാണ് യുഎസ് എക്കണോമി പോകുന്നത്. മൂന്നാമത് നമ്മളെ കാനഡയുടെ ഇൻഫ്ലേഷൻ മൈനസിലാണ് വന്നേക്കുന്നത്. അങ്ങനെ കാര്യങ്ങളും പിന്നെ വേറെ ഒന്നാണ് USDയുടെ 6.25 ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഡേറ്റ എന്താണ് -0.74 ഫ്ലാറ്റ് 0.04 ആണ്. അത് കൂടാതെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ വന്ന് മൈനസിൽ നിന്ന് പ്ലസിലോട്ട് മാറി. അത് വളരെയധികം പോസിറ്റീവ് ആയിട്ട് ന്യൂസ് ആണ്. പിന്നെ നമ്മുടെ ട്രേഡ് ബാലൻസ് -23 -20.965 എന്ന് പറഞ്ഞ് ഇപ്പം RBIയുടെ വന്ന് റിപ്പോർട്ട് വന്നിട്ടുണ്ട്. പിന്നെ വേറെ ഒന്നുണ്ട് കാര്യങ്ങളും. ഇന്ന് രാത്രി റീറ്റെയിൽ ഇന്ന് 7:30 മണിക്ക് വന്ന റീറ്റെയിൽ ഇൻവെന്ററീസ് 0.3 0.5 0.5 ആയിരുന്നു. അറ്റ്ലാന്റയുടെ ഫെഡറൽ GDP 3% വന്നിട്ടുണ്ട്. അതായത് 2.5 നിന്നും 3% വന്ന വളരെ പോസിറ്റീവ്. അപ്പൊ നമുക്ക് നോക്കുമ്പോൾ നമുക്ക് ഒരു നെഗറ്റീവും ബാക്കിയുള്ള 2 നെഗറ്റീവും ബാക്കിയുള്ള എല്ലാം പോസിറ്റീവ് ആയ സമയത്ത് നമ്മുടെ ഡൗ ജോൺസ് 41,650 49,800 വരെ പോയി. ഇപ്പൊ ആശ ഇറങ്ങി 40,650 ഇറങ്ങി നിൽപ്പുണ്ട്. നമ്മുടെ S&P മിനിയും ഏകദേശം 57,030 വരെ പോയ ആശ 57,400 നിൽക്കുന്നു. അത് ഡൗൺ ആണ്. പൊതുവെ നാസ്ഡാക്ക് ഒരു 34 പോയിന്റ് അപ്പിലാണ്. പൊതുവെ ഒരു ഫ്ലാറ്റ് മാർക്കറ്റ് ആണ്. നമ്മുടെ നിഫ്റ്റി ഏകദേശം ഒരു 37 പോയിന്റ് മൈനസിൽ ഇപ്പം കിടന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു ന്യൂട്രൽ ആയിട്ടുള്ള മാർക്കറ്റിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ കണ്ണുകളും ഫെഡറൽ FOMC മീറ്റിംഗിലേക്ക് എന്ന് പറഞ്ഞ ആ ഒരു ക്യാപ്ഷനായിരിക്കും നാളെ ഞാൻ കൊടുക്കാറുള്ളത്. അപ്പം എല്ലാ കണ്ണുകളും FOMC മീറ്റിംഗിലേക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. നാളത്തേക്ക് വേണ്ടി എല്ലാം കാത്തിരിക്കുകയാണ്. സോ അത് ഓർത്ത് വെക്കുക. നമുക്ക് നോക്കേണ്ടത് നമ്മുടെ മാർക്കറ്റ് പ്രൊഫൈലിന്റെ ലെവൽ പ്രകാരം എങ്ങനെയാണ് മാർക്കറ്റ് പോകുന്നു, ബാക്കി കാര്യങ്ങൾ നോക്കാം. നിഫ്റ്റിയുടെ ഒരു പ്രൊഫൈല് ഇന്നലെ ഇന്നും എല്ലാം എന്താണ് ഇന്നലെ ഇന്നും ബാലൻസിങ് ആയിരുന്നു. 2 ദിവസം പ്രൊഫൈൽ ഞാൻ വെച്ചിട്ട് 16 17 പ്യുവർലി ബാലൻസിങ് ആണ്. ഈ ബാലൻസിങ്ങിന്റെ ഹൈ പ്രൊഫൈലിന്റെ POC എന്ന് പറഞ്ഞാൽ 25,444 ആണ്. അപ്പൊ അതിന് ആ ഭാഗത്തായി തന്നെയാണ് അവൻ കൃത്യമായി കളിച്ചിട്ടുള്ളത്. അതൊരു ബാലൻസിങ് ചെയ്യുന്നത് ഒരു കൊടുങ്കാറ്റിന് മുമ്പുള്ള ശാന്തതയായിട്ടാണ് നിഫ്റ്റി ഈ ബാലൻസ് ചെയ്യുന്നത്. ബാലൻസിങ് വേണമെങ്കിൽ ഇംബാലൻസിന്റെ അറിയാലോ, മാർക്കറ്റ് പ്രൊഫൈലിന്റെ തിയറി പ്രകാരം ബാലൻസ് ടു ഇംബാലൻസ് ആണ്. സോ ഈ 25,444 ആണ് നമ്മുടെ ഒരു POC, 25,466 നമ്മുടെ വാല്യൂ ഏരിയ ഹൈയും 25,413 നമ്മുടെ സപ്പോർട്ടും ആണ്. അപ്പൊ നമുക്ക് നിഫ്റ്റിയുടെ ആ ലെവൽസ് ഒക്കെ ഒന്ന് മാർക്ക് വെച്ചേക്കാം. നമുക്ക് മാർക്ക് വയ്ക്കുമ്പോൾ കുറച്ചുകൂടെ ട്രേഡ് ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ മാർക്ക് ചെയ്യിക്കണം. അപ്പൊ ഞാൻ അതെല്ലാം ലെവൽസ് ഒക്കെ ഒന്ന് മാർക്ക് ചെയ്യാൻ പോണേ. സോ നിഫ്റ്റിയെ സംബന്ധിച്ച് നോക്കുമ്പം 25,443 ആണ് നിഫ്റ്റിയെ സംബന്ധിച്ചുള്ള POC. 444 ആണ്. അപ്പൊ ആ POCയുടെ കളർ ഞാൻ വരച്ചു. 470 റെസിസ്റ്റൻസ് ആണ്. ഓർത്തോളുക, 25,470 ആണ് നമ്മളെ കൃത്യം പറഞ്ഞ ഒരു റെസിസ്റ്റൻസ്. അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ
നിഫ്റ്റിയെ സംബന്ധിച്ച് എത്രയാണ് 25,543. അത് ഓർത്തോ, 25,543യും അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ അടുത്തത് എത്രയാണ് 25,543, 25,603, 25,603യും അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ 25,638 എന്ന് പറഞ്ഞ നമ്മുടെ എസ് ഡി ബാൻഡ്. ഇതായിരിക്കും നാളെ മാക്സിമം എത്ര മൂവ്മെന്റ് ഉണ്ടെങ്കിൽ ഈ ഒരു റേഞ്ചിലേക്ക് മാത്രമേ ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ. എന്ത് സംഭവിക്കുന്നുണ്ടെങ്കിലും നാളത്തെ കുംഭകർണൻ തുറക്കുമ്പോൾ മാത്രമേ മറ്റന്നാൾ നമുക്ക് മാർക്കറ്റിൽ മൂവ്മെന്റ് വരാൻ ചാൻസ് ഉള്ളൂ. ഇനി നമുക്ക് നോക്കേണ്ടത് ഈ 25,398 എന്ന് പറഞ്ഞൊരു സ്ട്രോങ് സപ്പോർട്ടാണ്. അത് കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ പി ഒ സി ആണ്. ആ 25,398 എന്ന് പറഞ്ഞ സ്ട്രോങ് സപ്പോർട്ട് നാളെ പൊട്ടിയാൽ താഴേക്ക് വരാൻ ചാൻസ് കൂടുതലാണ്. ഇല്ല എങ്കിൽ മാർക്കറ്റ് ഈ റേഞ്ചിൽ തന്നെ കിടന്ന് കളിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഓർത്തോളുക, 25,398, 25,398 താഴെ അടുത്ത വരുന്നത് 25,332, 25,332, 25,332 എന്നുള്ള സപ്പോർട്ട് ഉണ്ട്. അതിന് താഴെ 25,289 എന്ന് പറഞ്ഞ സ്പൈക്കിന്റെ ബേസ് 25,289. ഇതാണ് നമുക്ക് നാളത്തേക്കുള്ള ഒരു സപ്പോർട്ട് കയറി ആർക്കാണ്. അപ്പൊ ഓർത്തോളുക, നാളെ 289 സപ്പോർട്ടാണ്. അപ്പൊ 25,000, അതായത് നമ്മളെ ബുള്ളിഷ് റെഫറൻസ് പറഞ്ഞാൽ ഞാനത് മാറ്റാൻ പോണേ, ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ പോണേ. ബുള്ളിഷ് റെഫറൻസ് എന്ന് പറഞ്ഞാൽ 25,470യും ഏതാണ് ബുള്ളിഷ് റെഫറൻസ് പറഞ്ഞാൽ 25,470യും അതായത് ബെയറിഷ് റെഫറൻസ് എന്ന് പറഞ്ഞാൽ 25,398 ആണ്. ഇതാണ് നമ്മുടെ ഒരു എന്തുവാണ് ബുള്ളിഷ് റെഫറൻസും ഏതാണ് ബെയറിഷ് റെഫറൻസും. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് അറിയാമല്ലോ ബുള്ളിഷും ബെയറിഷും. ഓർത്തോളൂ. അപ്പൊ 25,398 ആണ് ബെയറിഷും, 25,470 ബുള്ളിഷ് ആണ്. 470ക്ക് മുകളിൽ 543, 603, 689, 398 താഴെ 332, 289 ഈ ലെവലിലേക്ക് മാർക്കറ്റിലുള്ള ചാൻസ് നിഫ്റ്റിക്ക് വളരെ കൂടുതലായിരിക്കും. മിക്കവാറും നാളെ ബാലൻസ് തന്നെ ആയിരിക്കും. നാളെ വൈകിട്ട് ശേഷം അല്ലെങ്കിൽ മറ്റന്നാൾ തൊട്ടേ മാർക്കറ്റിന്റെ മൂവ്മെന്റ് എനിക്ക് പ്രതീക്ഷയുള്ളൂ. ഇനി അടുത്തത് നോക്കേണ്ട ബാങ്ക് നിഫ്റ്റി. ബാങ്ക് നിഫ്റ്റിയുടെ നമ്മുടെ എല്ലാ ലെവലും കറക്റ്റ് ആയിട്ട് പോയി. ഇന്നത്തെ പി ഒ സി അടുത്താണ് ആശാൻ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പം ബാങ്ക് നിഫ്റ്റിയുടെ പി ഒ സി എന്ന് പറഞ്ഞാൽ 52,305 ഇന്നത്തെ പി ഒ സി. 52,305 ഇന്നത്തെ പി ഒ സി. അപ്പൊ ഞാൻ ആ പി ഒ സി ഒന്ന് മാർക്ക് ചെയ്തേക്കാം. അപ്പൊ നമുക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് അറിയാൻ വേണ്ടി 52,305 പി ഒ സി. സോ ബാങ്ക് നിഫ്റ്റിയിൽ ഞാൻ പി ഒ സി മാർക്ക് ചെയ്ത് വെച്ചു. നമുക്ക് കുറച്ചും കൂടെ ഐഡന്റിഫൈ അറിയാമല്ലോ. 52,305. ഇനി നോക്കേണ്ടത് 52,340 മുകളിൽ മാത്രമേ ബുള്ളിഷ് ഉള്ളൂ. അതുപോലെ 52,340 നമ്മളെ സംബന്ധിച്ചുള്ള ഒരു റെസിസ്റ്റൻസ്. ഇപ്പൊ ബാങ്ക് പി ഒ സി ഞാൻ അതിന്റെ കളർ ഞാൻ മാറ്റിക്കോട്ടെ. ഓക്കെ, ഈ ബുള്ളിഷ് റെഫറൻസ് പറഞ്ഞ ഇതാണ് 52,300 റെഫറൻസ്. ബുള്ളിഷ് റെഫറൻസ് എന്ന് പറഞ്ഞാൽ 52,340. അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ മാത്രമേ ബുള്ളിഷ് ഉള്ളൂ. അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ നമുക്ക് സംബന്ധിച്ച് 452, 470, 52, 470 ആ റെസൻസിലേക്ക് പോവാനും. ഓക്കെ, 52, 470. അതിന് മുകളിൽ എന്താണ്, അതിന് മുകളിൽ അടുത്ത വരുന്ന ലെവൽ എന്ന് പറഞ്ഞാൽ 52,640, 570, 52, 570, 52, 650, 52, 650. ഇതാണ് നമ്മളെ സംബന്ധിച്ചുള്ള എന്താണ് മാർക്കറ്റിന്റെ ഒരു മൂവ്മെന്റ്. ഇത് പി ഒ സി ആയതുകൊണ്ട് ഞാൻ പി ഒ സിയുടെ കളർ കൊടുത്തേക്ക്, വെർജിൻ പി ഒ സി. ഓർത്തോളുക. ഇനി അടുത്ത നമ്മളെ ബെയറിഷ് എന്ന് പറഞ്ഞാൽ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ബെയറിഷ് റെഫറൻസ് സ്റ്റാർട്ട് ചെയ്യണത് ഇന്നലത്തെ പി ഒ സി 52,236 താഴെ മാത്രമേ 52,236 താഴെ മാത്രമേ ബെയറിഷ് റെഫറൻസ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പൊ നമ്മുടെ സപ്പോർട്ട് എന്താണ് ഫസ്റ്റ് വരുന്നത് 52,236, 52 ബെയറിഷ് റെഫറൻസ്. അതാണ് നമ്മളെ സംബന്ധിച്ചുള്ള ബെയറിഷ് റെഫറൻസ്. അതാണ് 52,236. അതിന് താഴെ വരെയാണെങ്കിൽ 52,121, 52,121. അതിന് താഴെ അടുത്ത വരുന്നതാണ് 52,046, 52,046. അതിന് താഴെ അടുത്തത് 51,880. ആ 51,880 ഈ സ്പൈക്ക് 51,903, 51,903,
903. ഇതാണ് നമ്മളെ സംബന്ധിച്ചുള്ള മാർക്കറ്റിന്റെ സപ്പോർട്ട്. അതൊരു വെർജിൻ POC ആണ്. അപ്പൊ മാർക്കറ്റ് അപ്പം ബുള്ളിഷ് റെഫറൻസ് അറിയാലോ 52 340 മുകളിൽ 470 570 650 3236 എന്ന് പറഞ്ഞ ബെയറിഷ് റെഫറൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ നിന്ന് 121 52 46 51 903 ഈ ലെവലിലേക്കായിരിക്കും മാർക്കറ്റ് നാളത്തേക്ക് മൂവ്മെന്റ് വരാൻ ചാൻസ് കൂടുതൽ. ഇങ്ങനെയായിരിക്കും മാർക്കറ്റ് കളിക്കുന്നത്. നിങ്ങൾ കൃത്യമായിട്ട് ഓർത്ത് വെച്ചേക്കുക. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. ഈ വീഡിയോ കാണുക. ഞങ്ങളുടെ ഞാൻ ഒരിക്കൽ കൂടി പറയണേ, ഞങ്ങളുടെ യൂട്യൂബ് അൽഗോരിതം അല്ലെങ്കിൽ യൂട്യൂബിന് അൽഗോരിതം വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ നമ്മളെ വീഡിയോ കാണുക, മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ഇങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ നമ്മുടെ യൂട്യൂബിന് അൽഗോരിതം വർക്ക് ചെയ്യുള്ളൂ. അപ്പം അങ്ങനെ നമ്മളെ വീഡിയോസ് കുറച്ച് ആൾക്കാർ കൂടുതൽ കാണുമ്പോഴല്ലേ നമുക്ക് കുറച്ചും കൂടെ പുതിയ രീതിയിലുള്ള മറ്റേ പ്രൊഫൈലിന്റെ ഓർഡർ ഫ്ലോ കുറച്ചുകൂടെ പുതിയ കണ്ടന്റ്സ് വീഡിയോ തരാനും നിങ്ങൾക്കത് പ്രയോജനപ്പെടാനും പറ്റുള്ളൂ. അപ്പം നിങ്ങളുടെ എല്ലാ സഹകരണങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ട് ഈ വീഡിയോ സൈൻ ഓഫ് ചെയ്ത് നിങ്ങളുടെ സ്വന്തം വിഷ്ണുഗുപ്തൻ. ടേക്ക് കെയർ. ബൈ ബൈ.